പ്ലസ് വണ്ണിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിച്ച സബ്ജക്റ്റുകളിൽ ആദ്യത്തത് മാത്സ് ആയിരിക്കും. ഇത് പൊതുവേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇടയിലുള്ള ഒരു സംസാരമല്ലേ. പ്ലസ് വണ്ണ് കഴിഞ്ഞ് വെക്കേഷനൊക്കെ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങൾ ഒരു 1.5 മാസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്ലസ് 2 ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പ്ലസ് വണ്ണ് പഠിച്ചതുപോലെ തന്നെയാണോ പ്ലസ് 2 പഠിക്കേണ്ടത്? പ്ലസ് വണ്ണിൽ മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അതേപോലെ തന്നെ ആയിരിക്കുമോ പ്ലസ് 2 ഉണ്ടാവുക? ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസും കാര്യങ്ങളും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകുമെന്നറിയാം. ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാത്സ് പ്ലസ് 2 നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞുതരാം. പ്ലസ് വണ്ണിലെത്തതുപോലെയാണോ മാത്സ് പ്ലസ് 2 വരുന്നത്? അല്ല, കുറച്ച് ഡിഫറൻസ് ഉണ്ട്, കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. ഇനിയിപ്പോൾ പ്ലസ് വണ്ണിലെ എക്സാം പോലെ പ്ലസ് 2 എക്സാമുകളും അങ്ങനെയൊക്കെ തന്നെ ഭയങ്കര ടഫായിട്ട് വരുന്നതൊക്കെ ആയിരിക്കുമോ? തീർച്ചയായിട്ടും അത് നിങ്ങൾ ഉറപ്പിച്ചോ. പ്ലസ് 1 എക്സാം നിങ്ങൾ എങ്ങനെയൊക്കെ തന്നെയാണോ എഴുതിയത് ആ ലെവലിൽ വരുന്ന ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും പ്ലസ് 2ലും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് നല്ലതുപോലെ പ്രിപ്പയർ ചെയ്ത് ആ ക്വസ്റ്റ്യൻസിനൊക്കെ കീഴടക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുമ്പിലുള്ള സൊല്യൂഷൻ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ദ ഫസ്റ്റ് തിങ്, എങ്ങനെ മാത്സ് പഠിക്കണം എന്നതിനേക്കാൾ ഉപരി എന്താണ് പ്ലസ് 1ഉം പ്ലസ് 2 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞുതരാം. അവസാനം ഞാൻ നിങ്ങൾക്ക് ഇതിനുള്ള ഒരു ആൻസർ പറഞ്ഞുതരാം, എങ്ങനെയാണ് നിങ്ങൾ പ്ലസ് 2 മാത്സ് പഠിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലസ് 1 മാത്സ് ആൻഡ് പ്ലസ് 2 മാത്സ്? പ്ലസ് 1 മാത്സിൽ നമുക്ക് 14 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. പ്ലസ് 2 എത്തുമ്പോൾ ഒരു ചാപ്റ്റർ കുറഞ്ഞു, 13 ചാപ്റ്റേഴ്സ്. ആഹാ, സമാധാനം അല്ലേ? അല്ല, പ്ലസ് 2 ഒരു ചാപ്റ്റർ കുറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങളുടെ കോണ്ടന്റിൽ ഒരു മാറ്റവും വരുന്നില്ല. നിങ്ങൾ എത്രയാണോ പ്ലസ് 1 പഠിച്ചത് അതിനേക്കാളും കുറച്ചും കൂടി കൂടുകയുള്ളൂ, കുറയില്ല. ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം ഒന്ന് കുറഞ്ഞത് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് വരുന്നുണ്ട്, ലെങ്തിയാണ്, കുറച്ച് കൂടുതൽ സംഭവങ്ങളുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പ്ലസ് 1 80 മാർക്കിനാണ് എക്സാം, 60 നമ്മൾ എഴുതുന്നു, 20 C കിട്ടുന്നു. പ്ലസ് 2 80 മാർക്കിന് എക്സാം, 60 നമ്മൾ എഴുതിയെടുക്കുന്നു, 20 C. അപ്പോൾ ടോട്ടൽ 160. പക്ഷേ റിസൾട്ട് വരുന്ന സമയത്ത് 200-ലല്ലേ മാർക്ക്? ആ 200-ലേക്കുള്ള ബാക്കി 40 നിങ്ങളുടെ ലാബിൻ്റെ മാർക്കാണ്. ഇതാണ് പ്ലസ് 1ഉം പ്ലസ് 2 മാത്സിനെ പ്രധാനമായിട്ടും രണ്ടിനെയും വ്യത്യസ്തപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് ലാബ്. എന്താ ഈ ലാബ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ലാബ് ഭയങ്കര സിമ്പിളാട്ടോ, അങ്ങനെ പ്രശ്നമായിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ നിങ്ങൾ ലാബ് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും, ഉറപ്പായിട്ടും പണി കിട്ടും. അവസാന സമയത്ത് ലാബിന് വേണ്ടി കുട്ടികൾ ഓടുന്നത് കാണാറുണ്ട്. നിങ്ങൾ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യണം. അതേപോലെ തന്നെ ജിയോജിബ്രയിൽ നിങ്ങൾ ചെയ്യേണ്ട കുറേ എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ പഠിച്ച കുറച്ച് തിയറി കാര്യങ്ങൾ നമ്മൾ ലാബിൽ ഗ്രാഫുകളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ജിയോജിബ്ര സോഫ്റ്റ്വെയറിൽ ചെയ്യുന്നു. അത് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് മനസ്സിലാവും. സ്കൂളിൽ എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ കറക്റ്റ് ഫോളോ ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് 40 മാർക്ക് ലാബ് കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ 200 കിട്ടി. അപ്പോൾ പ്ലസ് 1 നിങ്ങൾക്ക് 14 ചാപ്റ്റർ പഠിക്കാനുണ്ട്, അതിനേക്കാളും കൂടുതൽ 13 ചാപ്റ്റേഴ്സിലായിട്ട് പ്ലസ് 2 പഠിക്കാനുണ്ട്, പ്ലസ് ലാബ്. അപ്പോൾ ലാബ് കൂടി വരുന്നത് കൊണ്ട് നിങ്ങൾ അതിനെ ഒരു പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കണം. ആദ്യത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലാബിനൊരു പ്രത്യേക പരിഗണന കൊടുത്തിട്ടില്ലെങ്കിൽ ആകെ കുഴപ്പത്തിലാവും. ഓക്കെ, അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഈ 13 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? 13 ചാപ്റ്റേഴ്സിൽ ഒരു ചാപ്റ്റേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് കാണാം. ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, മെട്രിസസ്, ഡിറ്റർമിനൻസ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഇതാണ് നിങ്ങളുടെ ഓണം എക്സാമിൻ്റെ ടോപ്പിക്കായിട്ട് വരുന്നത്. ഫസ്റ്റ് ടേമിന് 5 ചാപ്റ്റേഴ്സ്. അടുത്ത സെക്കൻഡ് ടേമിന് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്, ഇൻ്റഗ്രൽസ്, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, വെക്റ്റർ 3D. അടുത്ത ടേമിന് ക്രിസ്മസ് എക്സാം വരെ. ഓക്കെ, ആൻഡ് ലാസ്റ്റ് LPPയും പ്രോബബിലിറ്റിയും. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് പബ്ലിക് എക്സാമിന് ചോദ്യങ്ങളുണ്ടാവും. ഓക്കെ, റെഡി. ആൻഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ നിങ്ങൾ ഓൾറെഡി പ്ലസ് 1 പഠിച്ചതാണ്, അതിൻ്റെ ബാക്കി എന്നതുപോലെയാണ്. അപ്പോൾ പ്ലസ് 1 പഠിച്ചിട്ടുള്ള റിലേഷൻസും ഫംഗ്ഷൻസും നിങ്ങൾക്ക് വളരെയധികം ഇവിടെ ആവശ്യമുണ്ട്. റിലേഷൻസ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഫംഗ്ഷൻസും ഗ്രാഫുകളും നല്ലതുപോലെ മനസ്സിലാക്കണം. ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ ഇൻവേഴ്സാണ്. അപ്പോൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി പഠിക്കുമ്പം ട്രിഗണോമെട്രിയിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ആവശ്യമുണ്ട്. ട്രിഗണോമെട്രിക് വാല്യൂസ്, അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുല, അതൊക്കെ ഒന്ന് റീകോൾ ചെയ്തിട്ട് വേണം ഈ ചാപ്റ്ററിലേക്ക് കയറാൻ. ഓക്കെ, ഇനി അടുത്തത് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ്. ഇത് പുതിയ രണ്ട് ടോപ്പിക്കുകളാണ്, അല്ലെങ്കിൽ പുതിയ 2 ചാപ്റ്റേഴ്സാണ്. മെട്രിക്സ് പഠിച്ചാലേ ഡിറ്റർമിനൻറ്റ് പഠിക്കാൻ പറ്റും. ദേ ആർ കണക്റ്റഡ് ആക്ച്വലി. പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഏറ്റവും സിമ്പിളായുള്ള 2 ചാപ്റ്റേഴ്സാണ് 3ഉം 4ഉം. വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയതാണ്, ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ കുറച്ച് നല്ലതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാനുണ്ട്. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ഇത് നമ്മുടെ പ്ലസ് 1 പഠിക്കുന്ന ലിമിറ്റ്സിൻ്റെ ബാക്കിയായിട്ട് വരുന്നതാണ്. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്. ലിമിറ്റ്സിൽ നിന്നാണ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത്. ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് അതിൽ നിന്നാണ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുന്ന ആൻസർ ആണല്ലോ ഡെറിവേറ്റീവ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ, അതായത് ഈ ഒരു ചാപ്റ്റർ പഠിക്കണമെങ്കിൽ നിങ്ങൾ പ്ലസ് 1 ലിമിറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടേ വരാവൂ. അതായത് ലിമിറ്റ്സിൻ്റെയും അതേപോലെ തന്നെ ഡെറിവേറ്റീവിൻ്റെയും കോൺസെപ്റ്റുകൾ യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അത് തന്നെ യൂസ് ചെയ്തിട്ടാണ് ഈ ചാപ്റ്റർ പഠിക്കുന്നത്. ഇവിടെ മുതലാണ് സാധാരണ രീതിയിൽ കുട്ടികൾക്ക് ഒരു ഡിഫിക്കൽട്ട്
അതല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് തോന്നി തുടങ്ങുന്ന ചാപ്റ്റർ 5ാമത്തെ ചാപ്റ്റർ മുതലാണ്. ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഡിഫറൻസിയേഷൻ പ്രോപ്പറായിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതും അത്യാവശ്യം ലെങ്തി ആയുള്ള ഒരു ചാപ്റ്ററാണ് 5ഉം 6ഉം. 7ാമത്തതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും വലിയ ചാപ്റ്റർ ഇൻ്റഗ്രൽസ്. ഒരു 10 മാർക്കിനെങ്കിലും എക്സാമിന് ചോദിക്കാറുണ്ട് ചോദ്യം. കഴിഞ്ഞ പബ്ലിക് എക്സാമിനും മോഡലിനൊക്കെ 10 മാർക്കിൻ്റെ അടുത്താണ് ഈ ചാപ്റ്ററിന് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. സാധാരണ 9 പറയാറുള്ളത്, പക്ഷേ ഒരു 1-2 മാർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയേക്കാം. അപ്പോൾ കഴിഞ്ഞ എക്സാമിനൊക്കെ 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ചാപ്റ്റർ, ഒരുപാട് പഠിക്കാനുണ്ട്. ഇതാണ് +2ലെ ഏറ്റവും ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. അപ്പോൾ ഇതാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കേണ്ടത്. ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് ഇതിൻ്റെ അപ്ലിക്കേഷനാണ്. ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് കിട്ടൂല എന്നുള്ളത് ഷുവർ ആണല്ലോ. പക്ഷേ ഇത് ചെറിയ ചാപ്റ്ററാണ്, സിമ്പിളായിട്ട് മനസ്സിലാവും. ഓക്കെ. ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷനും ഈ ഇൻ്റഗ്രൽസിൻ്റെ ബാക്കിയാണ്. ഓക്കെ. ഇതും ചെറിയ ചാപ്റ്റർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, കുറച്ച് ലെങ്തിയാണ്. കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കൺഫ്യൂസിങ് ആകുന്നതാണ്, പക്ഷേ ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട 5 ചാപ്റ്റേഴ്സ് ഇത് 5 എണ്ണം. ഇത് 5ഉം വളരെ വലിയ ചാപ്റ്റേഴ്സാണ്. കാൽക്കുലസ് സെക്ഷൻ്റെ അണ്ടറിൽ വരുന്ന ചാപ്റ്റേഴ്സാണ്. അപ്പോൾ എന്തായാലും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട 5 ചാപ്റ്റേഴ്സ്. ഓക്കെ. ഇനി 10ഉം 11 ഇത് കമ്പാരിറ്റീവ്ലി ഞാൻ ഈ മെട്രിക്സ് ആൻഡ് 3D പറഞ്ഞതുപോലെ തന്നെ സിമ്പിളായുള്ള 2 ചാപ്റ്റേഴ്സ് ആണെങ്കിലും കഴിഞ്ഞ വർഷത്തൊക്കെ എക്സാമിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിച്ച, അതായത് ചോദ്യങ്ങൾ വെറുപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വന്ന 2 ചാപ്റ്ററാണ് വെക്ടറും 3Dയും. റെഡി. ഇനി LPP പ്രോബബിലിറ്റി. ഇത് വളരെ ഈസി ആയുള്ള ഒരു ചാപ്റ്റർ ആട്ടോ, വെരി സിമ്പിൾ ചാപ്റ്റർ. പ്രോബബിലിറ്റി കുറച്ചുകൂടി നിങ്ങൾ +1 പഠിക്കുന്ന പ്രോബബിലിറ്റി വെച്ച് ഇതിനെ കമ്പയർ ചെയ്യരുത്. കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ്, കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ +1 പഠിച്ച പ്രോബബിലിറ്റിൻ്റെ ബേസിക് ഐഡിയകളൊക്കെ ഈ ചാപ്റ്റർ പഠിക്കാൻ വേണം. ഓക്കെ. അപ്പോൾ +1 പഠിച്ച കുറേ കാര്യങ്ങൾ ഇവിടേക്ക് ആവശ്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. അത് നമുക്ക് പഠിക്കുന്ന സമയത്ത് പറയാം. റെഡി. അപ്പോൾ ഇതൊക്കെയാണ് ചാപ്റ്റേഴ്സ്. ഇനി ഇതെങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സുകൾ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ സ്കൂളാണെങ്കിൽ സ്കൂളിലെ ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് കാണുക. ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യണം. +1 എക്സാമൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ മാത്രമല്ല വന്നത്, പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ആ ചോദ്യങ്ങളിലേക്ക് അത് അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉണ്ടാവും. അപ്പോൾ പ്രോപ്പറായിട്ട് ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾസും എക്സസൈസും മിസലേനിയസ് അടക്കം ചെയ്യുക. കാരണം +1 എക്സാമുകൾക്കൊക്കെ പല എക്സാമുകൾക്കും മിസലേനിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ വളരെ സ്ട്രോങ് ആയിരിക്കണം. നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. പിന്നെ അടുത്തത് PYQ അങ്ങനെ തള്ളിക്കളയൊന്നും വേണ്ട. എങ്ങനെയാണ് പ്രീവിയസ് ഇയർലി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യണം. എസ്പെഷ്യലി ഈ ലാസ്റ്റ് ഇയർ ഇപ്പം കഴിഞ്ഞിട്ടുള്ള 2025 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ അനലൈസ് ചെയ്യുക. അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കണം. ഓക്കെ. ഓരോ ചാപ്റ്റർ എത്തുന്ന സമയത്ത് അതിനനുസരിച്ച് PYQs അനലൈസ് ചെയ്തുകൊണ്ട് പഠിക്കണം. ഓക്കെ. PYQs മാത്രമല്ല, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു, കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഒരു ഇക്വേഷൻ ബുക്കൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. ഓരോ ചാപ്റ്ററിലെയും പ്രധാനമായിട്ടുള്ള ഇക്വേഷൻസ്, കാര്യങ്ങൾ, സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ഒരുപാട് പിന്നെ നമുക്ക് മാത്സിൽ ആവശ്യമില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും വേണ്ടത്, അതിൻ്റെ ഒരു ഷോർട്ട് നോട്ടൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കീപ്പ് ചെയ്യുന്നത് ബെറ്ററാണ്. റെഡി. എല്ലാ ചാപ്റ്ററിലെയും എല്ലാ ചോദ്യങ്ങളും, ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ബുദ്ധിമുട്ടായിട്ടുള്ളത് ഉണ്ടായേക്കാം, സമയമെടുത്തേക്കാം. അതാണ് പറയുന്നത്, ആദ്യം മുതലേ പഠിച്ചു തുടങ്ങണം. ഇപ്പോൾ വെക്കേഷൻ അല്ലേ, +1 കഴിഞ്ഞിട്ടുള്ള വെക്കേഷൻ ടൈമല്ലേ. അപ്പോൾ ആദ്യം മുതലേ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. +1 മാത്സിനേക്കാളും കുറച്ചധികം പഠിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതൊന്നും ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാം ആദ്യം മുതലേ പഠിച്ചു തുടങ്ങിയാൽ. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് നിങ്ങൾ ആദ്യം മുതലേ പഠിച്ചു തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എഡ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഈ സൂപ്പർ ബാച്ചിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി പറഞ്ഞു തരാം. ലാസ്റ്റ് ഇയർ ഒക്കെ ഒരുപാട് കുട്ടികൾക്ക് ഫുൾ മാർക്ക്, എനിക്ക് തോന്നുന്നു കേരളത്തിൽ 41-42 കുട്ടികൾക്കൊക്കെ ആയിരുന്നു ഫുൾ മാർക്ക് ഉള്ളത് ടോട്ടൽ. അതിൽ 5 ആൾക്കാർ എഡ്യൂപോർട്ടിൻ്റെ ഈ സൂപ്പർ ബാച്ച് സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ ആദ്യം മുതലേ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർക്ക് മാത്രമേ നല്ല റിസൾട്ട് കിട്ടും. അവസാന നിമിഷം പോയിട്ട് 1 ഷോട്ട് കണ്ട് ചെറിയ വീഡിയോകൾ കണ്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാം, അല്ലെങ്കിൽ ബുക്ക് നോട്ടൊക്കെ ഒന്ന് മറിച്ച് നോക്കിയിട്ട് മാർക്ക് സ്കോർ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നത് അബദ്ധമാണ്. അത് നിങ്ങൾക്ക് ഓൾറെഡി +1 എന്ന് മനസ്സിലാക്കിയ കാര്യമായിരിക്കും. അപ്പോൾ +1 എന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ +2 നിങ്ങൾ തിരുത്താൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. ആൻഡ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് വിഷു ഓഫറായിട്ട് 5499 നമ്മുടെ ബാച്ചുകൾ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ്സുകളും അതിൻ്റെ കൂടെ ഉണ്ടാവും. ഓക്കെ. ആൻഡ് ഇത് ഫ്രീ ആണ്. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് ഇത് ഫ്രീ ആണ്. നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കണക്ട് ചെയ്യാം, 9207998855. ആൻഡ് നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് April 22 അപ്പോൾ ഇതൊരു നവംബർ ലാസ്റ്റ് ഡിസംബർ ഫസ്റ്റ് വീക്ക് ആകുന്ന സമയത്തേക്ക് നിങ്ങളുടെ ടോപ്പിക്സ് എല്ലാം കവറാവും. പിന്നെ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ പ്രോപ്പറായിട്ടുള്ള ടൈം ഉണ്ടാവും. നല്ലതുപോലെ പഠിച്ച് നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ആ നമ്പറിൽ കണക്ട് ചെയ്യുക. കാണാം.